Hi dear students, കീം എക്സാമിൻ്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലാണ് നിങ്ങൾ. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി കീമസോണുമായി ദർശനം എത്തുന്നു. അതിൽ നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഒരു 5 ചാപ്റ്ററാണ്. ഏതൊക്കെ 5 ചാപ്റ്ററാണെന്ന് നമുക്ക് നോക്കാം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC, EM വേർബ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചാപ്റ്ററാണ്. ഈ ഒരു 5 ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൺലൈൻ എക്സാമിൽ 6 എക്സാം നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ളതും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോ നിങ്ങൾ വെയിറ്റേജ് നോക്കിയാൽ 4, 2, 2, 2 അങ്ങനെയാണ് ആ ഒരു വെയിറ്റേജ് പോകുന്നത്. സോ അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ 6 സെക്ഷനിൽ 3 സെഷൻ മാത്രമാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ അത്ര വെയിറ്റേജ് ഇല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ചാപ്റ്റർ ഒന്നും കൂടി നോക്കണം. എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. സോ പിന്നെ EMI ഉണ്ട്, AC ഉണ്ട്. ആ 2 ചാപ്റ്ററിൽ നിന്നും കണക്ട് ചെയ്തിട്ട് നമുക്ക് 2 അല്ലേ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അതുപോലെ EM വേർബ്സിൽ നിന്ന് 2 അല്ലെങ്കിൽ ഒരു സെഷനിൽ മാത്രമാണ് 2 ക്വസ്റ്റ്യൻ, ബാക്കി എല്ലാ സെഷനിലും ഒരു ക്വസ്റ്റ്യൻ ആണ് EM വേർബ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. സോ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് തന്നെ അങ്ങ് നേരെ പോയേക്കാം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് അല്ലേ. ഒരു കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ആ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഒരു ലീനിയർ കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായി റൈറ്റ് ഹാൻഡ് എടുക്കുന്നു. കറണ്ട് ഇപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ ആ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് വയ്ക്കുന്നു. ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് അത് കേൾ ചെയ്യുന്നു. ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഈ കേൾഡ് ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. ശ്രദ്ധിക്കണം, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ തമ്പാണ് വെച്ചത്. സോ അടുത്ത കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർക്കുലാർ കറണ്ട് ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു സർക്കുലാർ കറണ്ട് ആണ് എങ്കിൽ അവിടെ ശ്രദ്ധിക്കണം, ഇപ്പം നമ്മൾ എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ കേൾഡ് ഫിംഗേഴ്സും തമ്പാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും നമുക്ക് തരിക എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. സോ ഫസ്റ്റ് പാർട്ട് ബയോട്ട് സാവർട്ട്സ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതിലൊരു ആപ്ലിക്കേഷനാണ് ഒരു കറണ്ട് ക്യാരിങ് കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കറണ്ട് ക്യാരിങ് സർക്കുലാർ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. അവിടുന്ന് X ഡിസ്റ്റൻസ് മാറി ഒരു ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N ടേൺസ് ഉണ്ട് എങ്കിൽ N × μ0I r² ഡിവൈഡഡ് ബൈ 2 × r² + x² all raised to 3/2 ആണെന്നുള്ളത് മറക്കാതിരിക്കുക. ഈ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കുറച്ച് X = 0 ആയാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർക്കുലാർ കറണ്ട് ക്യാരിങ് കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I / 2r ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്കൊന്ന് പോകാം. A circular coil of wire consisting of 1000 turns each of radius 9 cm carries a current of 0.4 ampere. The magnitude of magnetic field at the center of the coil is. അപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷനൊക്കെ അറിയാം അല്ലേ. സോ ഒരു കോയിലേ ഉള്ളെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I / 2r ആണ്. സോ N ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? N വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മാഗ്നറ്റിക് ഫീൽഡ് B = N × μ0I / 2r ആണ്. സോ ഇവിടെ 1000 ടേൺസ് ഉണ്ട്. സോ 1000 × μ0യുടെ വാല്യൂ നമുക്ക് നല്ല പോലെ അറിയാം അല്ലേ. μ0യുടെ വാല്യൂ എത്രയാണ്? 4π × 10⁻⁷ ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ 0.4 ആണ്. നമുക്കതിനെ 4 × 10⁻⁻1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസിൻ്റെ വാല്യൂ 9 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു 10⁻⁻². സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.79 × 10⁻⁻4 മാഗ്നറ്റിക് ഫീൽഡാണ്. SI യൂണിറ്റ് ടെസ്ലയാണ്. ഓക്കെ, സോ ആൻസർ സിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. സോ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡും സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിനെ കുറിച്ചൊന്ന് പറയാണ്. ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ് ആണ്. μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ്.
സോ നമ്മളിങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുവാണ് എങ്കിൽ അതിൽ കുറേ കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. I1 ഇൻവേർഡ് ഡയറക്ഷൻ, I2 ഔട്ട്വേർഡ്, I3 ഇൻവേർഡ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോ. ഇങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് ഇരിക്കട്ടെ നമ്മൾ എടുക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷൻ. സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇൻ്റഗ്രൽ B.dl നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും? μ0 ടൈംസ് ഇതിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ I2 ആണുള്ളത്. I2 ഇൻവേർഡ് ഡയറക്ഷനിലാണ് I1ഉം I3യും. സോ -I1 -I3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഈ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന് നമുക്ക് അതിൻ്റെ 1-2 ആപ്ലിക്കേഷൻ ഉണ്ട്. രണ്ടല്ല, മെയിനായിട്ട് 3 ആപ്ലിക്കേഷനാണുള്ളത്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെ നമുക്ക് കൺസിഡർ ചെയ്തേക്കാം ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അവിടുന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറൈവേഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് μ0I/2πr ആണ്. സോ ആറുമായിട്ട് ഇൻവേഴ്സ്ലി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലോങ് സോളിഡ് സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റേഡിയസ് R ആണെന്നിരിക്കട്ടെ. സോ ക്യാപിറ്റൽ R ആണ് റേഡിയസ്. സോ ഇവിടെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റർ. സോ നമ്മളിവിടെ പല പോയിൻറ്റ്സ് എടുക്കുകയാണ്. ഒരെണ്ണം ഔട്ട്സൈഡിലുള്ളൊരു പോയിൻ്റ് എടുക്കുന്നു, അടുത്തത് സർഫസിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുന്നു, അടുത്തത് ഇൻസൈഡിലൊരു പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താ? ഡെറിവേഷനൊക്കെ നിങ്ങൾക്കറിയാം. ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഔട്ട്സൈഡിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് വരിക μ0I/, ഈ ഡിസ്റ്റൻസ് സ്മോൾ r ആയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നു, μ0I/2πr തന്നെയാണ്. പക്ഷേ ഇൻസൈഡിൽ നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻസൈഡ് പോയിന്റിൽ കൂടി നമ്മളൊരു ആംപീരിയൽ ലൂപ്പൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൊത്തം കറണ്ട് ആ ആംപീരിയൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകത്തില്ല അല്ലേ, കുറച്ച് മിച്ചമൊക്കെ വരും. അല്ലെങ്കിൽ കുറച്ച് പാർട്ട് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പോവുക. സോ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ അവസാനം കിട്ടുന്ന മനോഹരമായൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. എന്താണ്? B = μ0I/2πR². സോ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഔട്ട്സൈഡിൽ നമ്മൾ പറഞ്ഞപ്പോൾ B ∝ 1/r. സ്മോൾ r എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സെൻറ്ററിൽ നിന്ന് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ r എന്ന് വിളിക്കുക. സോ ഔട്ട്സൈഡിൽ ബിയും സ്മോൾ ആറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇൻസൈഡിലാണ് ഈ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ലൂപ്പിൽ കൂടെയുള്ള കറണ്ടൊക്കെ വ്യത്യാസം വരിക. സോ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇൻസൈഡിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? R ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ കുഞ്ഞുങ്ങളെ? സോ അതിൻ്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിയും സ്മോൾ ആറും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ് എങ്കിൽ അവിടെ ഇൻസൈഡിൽ ബിയും ആറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലും സ്ട്രെയിറ്റ് ലൈനും, ഔട്ട്സൈഡിൽ B ∝ 1/r ആയിരിക്കും, ഹൈപ്പർബോള ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്. നമ്മളൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുന്നു, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ് നമുക്ക് കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0n/I ആണ്. സോ I അതിൽ കൂടി പോകുന്ന കറണ്ടാണ്. μ0യുടെ വാല്യൂ നമുക്കറിയാം. അതിൽ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്താണ്? സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ B = μ0 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ഇൻറ്റു I എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് വൺ ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ്, അത് തിൻ വയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr ഒരു സോളിഡ് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ ഔട്ട്സൈഡിൽ ആ സെയിം ഇക്വേഷൻ തന്നെ, ഇൻസൈഡിൽ μ0I/2πR² ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 അതിൽ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്താണെന്നും കൂടി ഓർത്തിരിക്കുക. സോ അതിനെ ബേസ് ചെയ്ത് ഈ 3 ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം.
എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.6 meter has a radius of 2 centimeter and is made up of 600 turns. If it carries a current of 4 ampere, then the magnitude of magnetic field inside the solenoid. സോ ഇൻസൈഡ് ദ സോളിനോയിഡിൽ നമുക്ക് കിട്ടുക യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, B = μ0 N/L × I എന്ന് നമുക്ക് കൊടുക്കാം. μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 600 ആണ്. ഡിവൈഡഡ് ബൈ L, ലെന്ത് എന്ന് പറയുന്നത് 0.6 ആണ്. നമുക്കതിനെ 6 × 10⁻⁻1 എന്ന് എഴുതാം. കറണ്ട് ഐയുടെ വാല്യൂ 4 ആംപിയർ ആണ്. സോ ഇൻറ്റു 4. സോ നമുക്കിതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16π × 10⁻⁻4 എന്നൊക്കെ നമുക്ക് ഡെറിവേഷൻ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടും. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5.024 × 10⁻³ ടെസ്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടപ്പടപ്പേന്ന് കാൽക്കുലേഷൻ ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ചൊന്ന് നോക്കാം. ജസ്റ്റ് അതിന് മുമ്പ് നമുക്കറിയാമല്ലോ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യുമെന്നും ആ ടോർക്ക് M×B MP sin θ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ഇതിൻ്റെ തന്നെ മാക്സിമം ടോർക്കായിരിക്കും ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ തന്നെയാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിലും ഉള്ളത്. പക്ഷേ അവിടെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെയാണ്. നിങ്ങൾ ആ ഫിഗറൊക്കെ ഓർക്കുന്നുണ്ട്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള മാഗ്നറ്റൊക്കെയാണ്. സോ അവിടെ നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു, ടോർക്ക് എപ്പോഴും മാക്സിമം ആയിരിക്കും. അപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അവിടെയുള്ള ടോർക്ക് മാക്സിമം ആണ്, NIAB ആണ്. അപ്പം ആ ഒരു കോയിലൊക്കെ നടുക്കൊരു സ്പ്രിങ്ങിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം ആ ഒരു സ്പ്രിങ് അതിലൊരു റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമെന്നും ആ റീസ്റ്റോറിങ് ടോർക്ക് K/φ ആണെന്ന് നമുക്കറിയാം. K എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ടോർഷണൽ കോൺസ്റ്റൻ്റ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഗാൽവനോമീറ്റർ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് NIAB = K/φ എന്ന് വരണം. ഓക്കെ, φ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റർ കാണിക്കുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ് φ. K എന്ന് പറയുന്നത് ടോർഷണൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ടെസ്റ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതുണ്ട്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റിയും, രണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും. സോ NIAB = K/φ ആണ് എങ്കിൽ φ/I നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി, φ/I. സോ φ/I നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക NAB / K ആണ്. ദാറ്റ് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി. സെയിം തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴും NIAB = K/φ തന്നെയാണ്. സോ φ/V നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് φ/V യുടെ സ്ഥാനത്ത് നമുക്ക് I × R എന്ന് എഴുതാം. φ/I നമുക്ക് എന്തെന്ന് എഴുതാം? കറണ്ട് സെൻസിറ്റിവിറ്റി /R എന്ന് നമുക്ക് എഴുതാം. കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞല്ലേ. കറണ്ട് സെൻസിറ്റിവിറ്റി എന്നായിരുന്നു? NAB / K. സോ NAB / K × R. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം അതിന് മുമ്പുള്ള ഒരു വർഷം കീമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഓൺലൈൻ ആക്കുന്നതിന് മുമ്പ് ഓഫ്ലൈൻ മോഡിൽ ഒരു തവണ ചോദിച്ചതാണ്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കറണ്ട് സെൻസിറ്റിവിറ്റിക്കും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്കും എന്ത് സംഭവിക്കും? അങ്ങനെ ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. N2N ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കറണ്ട് സെൻസിറ്റിവിറ്റി IS ആണെങ്കിൽ അതും ഡബിൾ ചെയ്യും, 2IS ആകും. N2N ആയി, സോ 2NAB / K എന്നായി അല്ലേ. സോ കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യും. പക്ഷേ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇവിടെ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ 6 അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N2N ഡബിൾ ചെയ്തു 2N ആയെങ്കിൽ അവിടെ 6 2R ആയിട്ട് മാറും. സോ ഈ N-നുണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെ റെസിസ്റ്റൻസ് R-നും ഉണ്ടാകുന്നതുകൊണ്ട് അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് മീൻസ് കറണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി റിമൈൻസ് സെയിം തന്നെയായിരിക്കും. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു ഗാൽവനോമീറ്റർ നമ്മൾ പറഞ്ഞു, ഈ ഗാൽവനോമീറ്റർ നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. അതിന് കാരണം ഇതിൻ്റെ ഭയങ്കര സെൻസിറ്റിവിറ്റി തന്നെയാണ് അല്ലേ. സ്മോൾ കറണ്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചെറിയ കറണ്ട് മെഷർ ചെയ്യുമ്പോൾ തന്നെ അതൊരു ഫുൾ സ്കെയിൽ റീഡിങ് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അമീറ്റർ, ഈ ഗാൽവനോമീറ്ററിൽ നിന്ന് നമ്മൾ അമീറ്ററും അതുപോലെ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്ററും നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. സോ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ അമീറ്റർ എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻറ്റ് ഡിവൈസും വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസുമാണ്. സോ ഒരു ഗാൽവനോമീറ്റർ, നമ്മുടെ മനസ്സിൽ ഒരു ഗാൽവനോമീറ്റർ വരട്ടെ. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് RG, അതിൽ കൂടിയുള്ള കറണ്ടാണ് IG എന്ന് പറയുന്നത്. ഇത്രയും ഈ ഒരു ഗാൽവനോമീറ്ററിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇതിനെ ഒരു അമീറ്ററായിട്ട്, ഒരു ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ആക്കാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി ഈ ഗാൽവനോമീറ്ററിലേക്ക് നമുക്കറിയാം റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ കോമ്പിനേഷൻ എപ്പോഴും പാരലലായിട്ട് കൊടുക്കണം അല്ലേ. സോ ഈ ഒരു റെസിസ്റ്റൻസ് കോമ്പിനേഷന് പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. ആ ലോ റെസിസ്റ്റൻസ് അതിന് നമുക്കൊരു പേരൊക്കെ വിളിക്കാം, ഷണ്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കാം. സോ ഒരു ലോ റെസിസ്റ്റൻസസ് നമ്മൾ പാരലലായിട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ എഫക്റ്റീവ് കോമ്പിനേഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്കൊരു ഇത് ടോട്ടൽ കറണ്ട്, ഇപ്പോൾ ഈ ഒരു മൊത്തം അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമീറ്ററായി. അപ്പോൾ അമീറ്ററിലെ കറണ്ട് I ആണ്. അതിൽ ആ മേളത്തെ ബ്രാഞ്ചിൽ കൂടെ പോകുന്നത് IG ആണ്, താഴത്തെ ബ്രാഞ്ചിൽ കൂടെ പോകുന്നത് നമുക്ക് കറണ്ട് ഡിവൈഡിങ് റൂൾ വെച്ചിട്ട് I മൈനസ് IG എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ആ രണ്ട് ബ്രാഞ്ചും പാരലലാണ്. സോ അവരുടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ ഫസ്റ്റ് ബ്രാഞ്ചിലുള്ള വോൾട്ടേജ് IG ഇൻറ്റു RG ഈക്വൽ ടു താഴത്തെ കറണ്ട് I മൈനസ് IG ആണ് ഇൻറ്റു ആ ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, നമുക്ക് അതിനൊരു പേര് കൊടുക്കാം, RS എന്ന് കൊടുക്കാം, ഇൻറ്റു RS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങളോട് ഇനി ചോദിക്കുക, ഈ ഒരു എഫക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ RGയും RSും ആണെങ്കിൽ രണ്ടും പാരലൽ കോമ്പിനേഷനാണ്, RGയും RSും. സോ RG ഇൻറ്റു RS ഡിവൈഡഡ് ബൈ RG പ്ലസ് RS നമുക്ക് എഴുതാനായിട്ട് കൂളായിട്ട് പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററായിട്ട്, ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഫിഗറിൽ ക്യാപിറ്റൽ R ആണ്. സോ നമ്മളോടിപ്പോൾ ചോദിക്കുവാണ്, ഇവിടെ നോക്കിക്കേ, അതിൽ കൂടി സീരീസ് ആണ്, ബ്രാഞ്ച് സെയിം ആണ്, എല്ലാത്തിൽ കൂടിയുള്ള RG കൂടിയും R കൂടിയും ഒക്കെയുള്ള കറണ്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഉള്ളത്, സെയിം ആണ് അല്ലേ. സെയിം കറണ്ടാണ് ആ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ അവിടെയുള്ള വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു അവിടെയുള്ള കറണ്ട് IG ഇൻറ്റു ഈ രണ്ട് റെസിസ്റ്റൻസും എന്ത് കോമ്പിനേഷനാണ്, സീരീസ് കോമ്പിനേഷനാണ്. സോ നമുക്കവിടെ RG പ്ലസ് R എന്ന് എഴുതാനായിട്ട് പറ്റും. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് RG പ്ലസ് R ആണ്. സോ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സോ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് V ഈസ് ഈക്വൽ ടു IG ഇൻറ്റു RG പ്ലസ് R എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 70 ഓം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, 70 ഓം ആണ് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, 70 ഓം ആണ്. ഓക്കെ, ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ആൻ അമീറ്റർ ബൈ എ ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് പാരലൽ ആണെന്നുള്ള മീനിങ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഷണ്ട് റെസിസ്റ്റൻസ്, പാരലൽ റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.03 ഓം ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ബിക്കം. ഈ രണ്ട് ബ്രാഞ്ചും ഇപ്പോൾ എന്ത് കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷനാണ്. രണ്ട് ബ്രാഞ്ചും പാരലൽ കോമ്പിനേഷനാണ്. സോ നമുക്കറിയാം അല്ലേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RG ഇൻറ്റു RS ഡിവൈഡഡ് ബൈ RG പ്ലസ് RS ആണ്. RGയുടെ വാല്യൂ 70 ആണ്. 70 ഇൻറ്റു 0.03നെ 3 ഇൻറ്റു 10⁻⁻² എന്ന് നമുക്ക് വിളിക്കാം, ഡിവൈഡഡ് ബൈ 70 പ്ലസ് 0.03. 70 പ്ലസ് 0.03 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കതിനെ 70 എന്ന് വിളിക്കാം അല്ലേ. സോ ആ താഴെയുള്ള 70 മുകളിലുള്ള 70 കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ ആൻസർ 3 ഇൻറ്റു 10⁻² അല്ലെങ്കിൽ 0.03 ഓം എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഗാൽവനോമീറ്ററിൻ്റെ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു പാർട്ടാണ്, എല്ലാവരും അതിൽ കൂടി ഒന്ന് പോകണം.
നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിൽ പോലും നമ്മൾ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ആദ്യത്തെ പാർട്ടും ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അവിടെ ഇപ്പോൾ ടോർക്ക് പി ക്രോസ് ഇ എന്ന് നമ്മൾ നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ എം ക്രോസ് ബി ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി ഡോട്ട് ഇ എന്ന് പഠിക്കുമ്പോൾ ഇവിടെ മൈനസ് എം ഡോട്ട് ബി. അപ്പോൾ അത് സിമിലർ ആണ്. ഇപ്പോൾ ഡൈപോളിൻ്റെ കേസൊക്കെ ആണെങ്കിലും ആക്സിയലിലും ഇക്വറ്റോറിയലും ഒക്കെയുള്ള ഫീൽഡും പൊട്ടൻഷ്യലും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ ഇവിടെ ഫീൽഡിൻ്റെ ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ അതേ കേസ് തന്നെ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ കേസിലും നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. ഇത് നോർത്തും ഇത് സൗത്ത് പോളുമാണെന്നിരിക്കട്ടെ. സോ ഈ ബാർ മാഗ്നറ്റിലേക്ക് ഒരു ടോർക്ക് ആക്ട് ചെയ്യും അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത് ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, അവർ തമ്മിലൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെപ്പറേറ്റഡ് ബൈ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എം ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ എം ബി സൈൻ തീറ്റയാണ്. ഓക്കെ, അതിൽ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മൈനസ് എം ഡോട്ട് ബി ആണ്. അതിൽ മൈനസ് എം ബി കോസ് തീറ്റ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി തീറ്റ 0 അതും കൂടി എഴുതിയേക്കാം. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണ് എങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഈ ടോർക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ആ റൊട്ടേറ്റ് ചെയ്യും, ദാറ്റ് മീൻസ് ആ ഒരു ഓസിലേഷൻ, അവിടെ ഒരു ഓസിലേഷൻ സംഭവിക്കും. ആ ഒരു ഓസിലേഷൻ SHM ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, എ പ്രപ്പോർഷണൽ ടു -x ആണ്. സോ അവിടെ ആ ഒരു SHM അതിൻ്റെ ടൈം പീരീഡ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ആ ടൈം പീരീഡ് ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെറിവേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ എ പ്രപ്പോർഷണൽ ടു -x എന്നൊക്കെ കിട്ടും. ദാറ്റ് ഈസ് അല്ലെങ്കിൽ അവിടെ ആൽഫ പ്രപ്പോർഷണൽ ടു -θ അങ്ങനെയൊക്കെ നമ്മൾ എഴുതി SHM ആണെന്ന് മനസ്സിലായി. അതിൻ്റെ നമ്മുടെ അറിയാം അല്ലേ, ഒരു ലീനിയർ SHMൻ്റെ കേസിൽ എ ഈക്വൽ ടു -ω²x ആണ് അല്ലേ. അതിനെയൊക്കെ വെച്ച് ഇക്വേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ടൈം പീരീഡ് നമുക്ക് കിട്ടും. T ഈക്വൽ ടു 2π√I/m × b ആണ്. സോ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഓർ ഗോഷ്യൻ സർഫസ് ഇസ് ഈക്വൽ ടു Q/ε0 ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്, കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അങ്ങനല്ല, ഒരിടത്തുനിന്ന് തുടങ്ങി +Qയിൽ നിന്ന് തുടങ്ങി -Qയിലേക്ക് അങ്ങ് എൻഡ് ചെയ്യും, ക്ലോസ്ഡ് ലൂപ്പ് അല്ല. സോ നമ്മളിവിടെ ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്താൽ എൻട്രി ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവിടെ ലീവ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് എല്ലാ എൻട്രി ഒരു +10 ഉണ്ടെങ്കിൽ -10 അവിടെ ഉണ്ടാവും. സോ നെറ്റ് വാല്യൂ അവിടെ എന്തായിരിക്കും, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് 0 ആയിരിക്കും. സോ ഇൻ്റഗ്രൽ B.dA ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് 1-2 ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം. സോ മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0. ആ ഫീൽഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടുപോയി വെച്ചു. ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്തു. ആ മാഗ്നറ്റൈസ് ചെയ്ത് കാരണം അവിടെ ഉണ്ടായ ഫീൽഡ് BM ആണെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് B0 + BM ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതിനെ നമ്മൾ ഇപ്പോൾ സോളിനോയിഡ് ആണെങ്കിൽ B0 = μ0 × Ni അല്ലെങ്കിൽ μ0 × H എന്നാണ് നമ്മൾ പറയുക, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. സോ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ μ0 × H + മാഗ്നറ്റൈസേഷൻ വഴി ഉണ്ടാകുന്ന ഫീൽഡിനെ നമുക്ക് μ0 × M എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സോ ടോട്ടൽ ഫീൽഡിൽ നിന്ന് രണ്ടിടത്തുനിന്നും μ0 അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി + മാഗ്നറ്റൈസേഷൻ M എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
സോ ഈ മാഗ്നറ്റൈസേഷൻ എമ്മിൻ്റെ പ്രത്യേകത ഓരോ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റൈസേഷൻ എമ്മിൻ്റെ പ്രത്യേകത കൈ ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ കൈ എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആണ് കൈ. സോ ആ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈയും അത് എച്ചിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എമ്മിൻ്റെ സ്ഥാനത്ത് കൈ ഇൻറ്റു എച്ച് എന്ന് നമ്മൾ എഴുതുക. സോ നമുക്ക് ടോട്ടൽ ഫീൽഡിലേക്ക് നമുക്കൊന്നും കൂടി പോകാം. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ടോട്ടൽ ഫീൽഡ് അല്ലേ? ടോട്ടൽ ഫീൽഡ് ബി മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം ആണ്. അതിൽ എച്ച് പ്ലസ് എമ്മിൻ്റെ സ്ഥാനത്ത് കൈ ഇൻറ്റു എച്ച് എന്ന് നമ്മൾ എഴുതി. രണ്ടിടത്തുനിന്നും എച്ചിനെ അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു എച്ച് ആണ്. ആ 1 പ്ലസ് കൈനെ നമ്മൾ റിലേറ്റീവ് പെർമിബിലിറ്റി ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ എന്ന് എഴുതുന്നു ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇക്വേഷനായി മ്യൂ ആർ എന്താണെന്ന് മനസ്സിലായി. 1 പ്ലസ് കൈ എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. സോ ഈ ഇക്വേഷനൊക്കെ ഓരോന്നൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എം ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച് ആണ്. മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ ആണ്. ഓക്കെ, ചിലപ്പം കൈയുടെ വാല്യൂ തന്നിട്ട് 699 ആണ് കൈ എങ്കിൽ മ്യൂ ആറിൻ്റെ വാല്യൂ കൈ പ്ലസ് 1 700 ആണ്. എത്ര ഈസിയാണ് അല്ലേ? സോ ആ ഒരു ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമുക്കൊന്നും കൂടി ഷോർട്ടായിട്ട് എഴുതിയാൽ മ്യൂ ഇൻറ്റു എച്ച് എന്ന് എഴുതാം. എന്താണ് മ്യൂ? മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ. ഓക്കെ, പെർമിബിലിറ്റി ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു പെർമിബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ഇൻറ്റു റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് നമുക്ക് കൂളായിട്ട് എഴുതാനായിട്ട് പറ്റും. സോ ഈ ഓരോ ഇക്വേഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡയ, പാര, ഫെറോ. ഇതിൽ കൈയുടെ വാല്യൂ, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈയുടെ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഡയയും, സ്മോൾ ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ളത് പാരയും, ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ഫെറോ മാഗ്നറ്റിക്കുമായിരിക്കും. അതിന് ടെമ്പറേച്ചർ, ഈ 3 പേരിൽ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് ഡയാമാഗ്നറ്റിക് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് അവിടെയുള്ള കൈയുടെ വാല്യൂ കുറയുന്നുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. സോ കൈയുടെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു പ്രത്യേകത, ഈ ഓരോ മെറ്റീരിയലിൻ്റെയും ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങോട്ടാണോ ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എപ്പോഴും ഫീൽഡ് ലൈൻസിലേക്ക് ഒന്ന് റിപ്പല് ചെയ്ത് കളയാനുള്ള ഒരു ടെൻഡൻസിയാണ്. സോ ഈ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് പോകാനായിരിക്കും ടെൻഡൻസി എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാറ്റഗറി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങോട്ടാണോ ആ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ വീക്കായിട്ടായിരിക്കും ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുക. വീക്കായിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുക. സോ അവിടെ അപ്പം ഒരു സ്ട്രോങ് അല്ല, വീക്ക് ഒരു അട്രാക്ഷൻ ആയിരിക്കും ഫീൽഡ് ലൈൻസിനെയൊക്കെ ഉണ്ടാവുക. സോ അതിനും അതിൻ്റെ ടെൻഡൻസി എങ്ങോട്ടായിരിക്കും? അട്രാക്റ്റ് ചെയ്യുക. സോ വീക്കിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലേക്ക് പോകാനായിരിക്കും ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ടെൻഡൻസി. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഫെറോയിലും നടക്കുക. പക്ഷെ ഒറ്റ മാറ്റേ ഉള്ളൂ. ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ നടക്കുമ്പോൾ അവിടെ ഡൊമൈൻ ഒത്തിരി ആൾക്കാർ ഒരുമിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക. സോ സ്ട്രോങ് മാഗ്നറ്റൈസേഷനാണ്, എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സ്ട്രോങ് മാഗ്നറ്റൈസേഷനാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ നടക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ് അട്രാക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ 3 പേരുടെയും ആ ഫിഗറുകളൊന്ന് നോക്കാം. ഡയയുടെ കേസിൽ റിപ്പൽഷൻ, പാരയുടെ കേസിൽ വീക്ക് അട്രാക്ഷൻ, ഫെറോയുടെ കേസിൽ സ്ട്രോങ് അട്രാക്ഷൻ ആണ്. അതിൻ്റെ എക്സാമ്പിൾസും കൂടിയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് നിങ്ങളൊന്ന് ആൻസർ പറയാൻ നോക്കിക്കേ. ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് -4. കൈ സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലാണ്. ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. പിന്നെ എപ്പോഴും നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യൂറി ടെമ്പറേച്ചറിൽ ഏത് മെറ്റീരിയൽ എന്തായിട്ട് മാറുന്നു? എന്തോ ഒരാളായിട്ട് മാറുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ നമ്മൾ ക്യൂറീസ് ലോയൊക്കെ പറയുമ്പോൾ കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ ടെമ്പറേച്ചർ കൂടി ക്യൂറി ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കൈയുടെ വാല്യൂ ലാർജ് ആൻഡ് പോസിറ്റീവാണ്.
ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൈയുടെ വാല്യൂ കുറഞ്ഞ് അത് സ്മോൾ ആൻഡ് പോസിറ്റീവായിട്ട് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. സോ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് ക്യൂറി ടെമ്പറേച്ചർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ = B.A ആണ്. ഈ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും നമുക്കറിയാം. ഒന്നെങ്കിൽ B ചേഞ്ച് ചെയ്യാം ഫീൽഡ്, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ BA cos θ. ഒന്നെങ്കിൽ B ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, ഏരിയ ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, തീറ്റ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സോ ഈ 3 കേസിലും മാറുന്നതനുസരിച്ച് അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന EMF, മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ E = -dφ/dt ആണ്. അതിൽ മൈനസ് ആക്ച്വലി നമ്മുടെ ലെൻസസ് ആണ്, ഡയറക്ഷൻ ആണ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞിരിക്കുന്നത് ലെൻസസ് ആണ്. ലെൻസസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്ത് കാരണമാണോ ആ ചേഞ്ച് ഉണ്ടായത് ആ ഒരു കോസിനെ അത് ഒപ്പോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നേ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഇൻക്രീസിങ് ആണ് എങ്കിൽ, ഫസ്റ്റ് ഈ കേസ് പറയാം, ഫ്ലക്സ് ഇൻക്രീസിങ് ആണ് എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാമെന്ന് വെച്ചാൽ, ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പമുള്ള ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി ഓപ്പോസിറ്റ് ടു ദി എക്സിസ്റ്റിംഗ് ഫീൽഡ്. ഏത് കേസിലാണെങ്കിൽ? ഫ്ലക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ. അതേസമയം ഫ്ലക്സ് ഡിക്രീസിങ് ആണ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇപ്പോൾ എന്താണോ ഫീൽഡ് ഉള്ളത് ആ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് അറിഞ്ഞാൽ ഇവിടുത്തെ ഡയറക്ഷൻ്റെ പ്രശ്നമെല്ലാം നമുക്ക് തീരും. ഒന്നും കൂടി പറയാം, ഫ്ലക്സ് ഡിക്രീസിങ് ആണ് എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പമുള്ള ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും, രണ്ടാമത്തെ കേസ് ഫ്ലക്സ് ഡിക്രീസിങ് ആണ് ഇൻക്രീസിങ് ആണ് എങ്കിൽ, ഫ്ലക്സ് ഇൻക്രീസിങ് ആണ് എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പമുള്ള ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക. സോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ഒന്ന് നോക്കേണ്ടതുണ്ട്, അത് ചെയ്യാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് മോഷണൽ EMFും കൂടി പറയുകയാണ്. ഏരിയ ചേഞ്ച് ചെയ്യുന്ന കേസ്, മോഷണൽ EMFൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. E = എന്താണ്? BLV ആണ്. ഇൻഡ്യൂസ്ഡ് EMF E = BLV ആണ് മോഷണൽ EMF. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച്, അതിന് എന്ത് ചേഞ്ച് ഓഫ് കറണ്ട് ഉണ്ടായാലും അതിനെ ഒപ്പോസ് ചെയ്യും അല്ലേ? ആ കറണ്ടിൻ്റെ ചേഞ്ചിനെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് കോയിൽ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ടേമിനെ. സോ ആ ഇലക്ട്രിക്കൽ ഇനേർഷ്യയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഫൈ പ്രപ്പോർഷണൽ ടു I ആണ്. സോ ഫൈ = Li എന്ന് നമുക്ക് കൊടുക്കാം. സോ ആ ഫ്ലക്സിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF -L × di/dt. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡ്യൂസ്ഡ് EMF = -L × di/dt എന്ന് നമുക്ക് പറയാം. സെയിം തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ -M × di/dt എന്നും നമുക്ക് പറയാം. ഇനി നമ്മളൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു Li, ഫൈ = Li ഒക്കെ നമ്മളൊന്ന് ഡെറൈവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഒരു സോളിനോയിഡിൻ്റെ കേസിലുള്ള സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ μ0 μr n²A/L ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ നമ്മൾ ആദ്യം പറഞ്ഞ ഡയറക്ഷനെ ഒന്നെന്താ പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കതൊന്ന് മനസ്സിലാവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? എ കറണ്ട് A to B ഈസ് ഇൻക്രീസിങ് ഇൻ മാഗ്നിറ്റ്യൂഡ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇഫ് എനി ഇൻ ദ ലൂപ്പ് ഷോൺ ഇൻ ദ ഫിഗർ? അപ്പോൾ എന്തായാലും എയിൽ നിന്ന് ബിയിലേക്കുള്ള കറണ്ട് ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കുള്ള കറണ്ട് ക്യാരിങ് വയർ ഇതായിട്ട് നിങ്ങൾ എടുക്കുന്നു കേട്ടോ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ നമ്മുടെ കോയിലിരിക്കുന്നത് മുകളിലാണ്. അപ്പോൾ എന്നാ ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ചു. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഔട്ട്വേർഡ് ആണ്. സോ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഈ ഒരു പടം വരച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മേളിലാണ് ലൂപ്പ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങോട്ടാണ് കിട്ടുന്നത്? ഔട്ട്വേർഡ് ആണ്.
സോ ഇവിടെ ഇൻക്രീസിങ് ആണ്. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണ്. കുഴപ്പമില്ലല്ലോ, ഔട്ട്വേർഡ് എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതാദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഈ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസിങ് ആണ്. അപ്പോൾ എന്നാ ചെയ്യുന്നത്? ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പമുള്ള ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ് എങ്കിൽ അതിന് നേരെ തിരിച്ചായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ അതിന് തിരിച്ച് ഇപ്പം കറണ്ട് ഇങ്ങോട്ടാണ്, ഇപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്കാണ്, ഔട്ട്വേർഡ് ആണ്. സോ അതിന് തിരിച്ചു വരണം. തിരിച്ചു വരിക മീൻസ് നമുക്ക് നോക്കിക്കേ, ഇപ്പം നമ്മൾ ബുക്ക് ഇരിക്കുന്ന പ്ലെയിൻ, നമുക്ക് ഈ ഒരു പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പ്ലെയിനാണ്, ഈ പ്ലെയിനിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക. ഇവിടെ കറണ്ട് ക്യാരിങ് കോയിലുണ്ട്. സോ ഇവിടെ ഇങ്ങോട്ടാണ് അല്ലേ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇവിടെയാണ്, ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്, ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ കറണ്ട് ഇൻക്രീസിങ് ആയതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമുക്ക് എന്ത് വരാനായിട്ട്? ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരാനായിട്ട്. സോ ഇപ്പോൾ എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേർഡ് ആയിട്ടായിരിക്കണം ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരിക. ദാറ്റ് മീൻസ് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കറണ്ട്, ഈ കോയിലിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരണം. ദാറ്റ് മീൻസ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പമുള്ള എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടാനായിട്ട്. സോ ഡയറക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബുക്കിൽ ഈ പടം ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ എടുത്തൊന്ന് നോക്കി ക്ലോക്ക് വൈസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമ്മുടെ എ സി ആണ്. നല്ല മനോഹരമായൊരു ചാപ്റ്ററാണ് അല്ലേ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആദ്യം തന്നെ നമ്മൾ റെസിസ്റ്ററിലേക്ക് മാത്രം ഒരു എ സി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അവിടെ അപ്ലൈ ചെയ്യുന്ന കേസിൽ അവിടെ വോൾട്ടേജും കറണ്ടിൻ്റെയും വാല്യൂ അവർ ഇൻ ഫേസിലാണ്. വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണ് വോൾട്ടേജ് എങ്കിൽ കറണ്ട് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആയിരിക്കും. സോ അവിടുത്തെ മാക്സിമം കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V0/R എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലല്ല, കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതായിരിക്കും വോൾട്ടേജ്. ദാറ്റ് മീൻസ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ അല്ലെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ V0 സൈൻ ഒമേഗ ടി എന്ന് എഴുതുവാണ് എങ്കിൽ അതിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിട്ടായിരിക്കും, 90 ഡിഗ്രി മാറിയിട്ടായിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് എങ്കിൽ വോൾട്ടേജ് VL ഇങ്ങനെയായിരിക്കും. സോ കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുകയായിരിക്കും ഇൻഡക്ടറിലെ വോൾട്ടേജ്, അല്ലെങ്കിൽ ഇൻഡക്ടറിലെ വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ആയിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ വാല്യൂ അല്ലെ കറണ്ടിൻ്റെ ടേം എന്ന് പറയുന്നത്. സോ ഫേസർ ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമ്മളുള്ള മാക്സിമം കറണ്ട് റെസിസ്റ്റർ മാത്രമുള്ളപ്പോൾ V0/R എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ I0 എന്ന് പറയുന്നത് V0 ഡിവൈഡഡ് ബൈ ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്ന ടേമാണ് XL, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ആ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L ഒമേഗയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. L ഒമേഗ, ഒമേഗയുടെ സ്ഥാനത്ത് നമുക്ക് 2πf എന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഫ്രീക്വൻസി ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സെയിം ഒരു AC വോൾട്ടേജ് തന്നെ നമ്മളൊരു കപ്പാസിറ്ററിലേക്ക് കൊടുക്കുമ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ടാവുക. അല്ലെങ്കിൽ തിരിച്ചു പറയാം, നമ്മൾ എപ്പോഴും ഫേസർ ഡയഗ്രാം എടുക്കുമ്പോൾ നിങ്ങൾ ലാഗ് ഓർ ലീഡ് പറയേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ലാഗ് ലീഡ് എന്നൊക്കെ പറയുക. സോ ഈ ഒരു കേസിൽ കപ്പാസിറ്റർ മാത്രം ഒരു AC സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന കേസിൽ നമ്മുടെ വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്ത് നിൽക്കേണ്ടത് ആരാണ്? കറണ്ടാണ്. സോ നമ്മൾ വോൾട്ടേജിന് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് കൊടുത്താൽ കറണ്ടിന് അത് I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 90 ഡിഗ്രി ലീഡ് ചെയ്ത് വേണം നിൽക്കാനായിട്ട്. സോ റെസിസ്റ്റർ മാത്രമുള്ളപ്പോൾ I0 V0/R എന്ന് പറഞ്ഞതുപോലെ ഇൻഡക്ടർ മാത്രമുള്ളപ്പോൾ I0 ഈക്വൽ ടു V0/XL എന്ന് പറഞ്ഞതുപോലെ കപ്പാസിറ്റർ മാത്രമുള്ള കേസിൽ I0 ഈക്വൽ ടു V0/XC ആണ്. ആ XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റും XLൻ്റെ യൂണിറ്റും XCയുടെ എല്ലാം യൂണിറ്റ് ഓം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ XCയുടെ വാല്യൂ എന്ന് പറയുന്നത്
1/c ഒമേഗയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഒമേഗയായിട്ട് ഇൻവേഴ്സ്ലി ആണ്. സോ I0 = V0/XC ആണെന്നും കൂടി ഓർത്തിരിക്കുക. സോ ഇവരെ 3 പേരെയും കൂടി കണക്ട് ചെയ്ത് നമ്മളൊന്ന് നോക്കുക, ഫേസർ ഡയഗ്രാം ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കിയാൽ നോക്കിക്കേ, ഇത് 2 പേരും ഇൻ ഫേസിലാണ്. ദാറ്റ് മീൻസ് ഇത് റെസിസ്റ്ററിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലായി, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി. കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലാണ്. സോ അത് റെസിസ്റ്ററാണ്. വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്. കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത് വോൾട്ടേജ് ആണ്. സോ ഇത് ഇൻഡക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻഡക്ടറിൻ്റെ കേസിലുള്ള VI ഫേസറാണെന്ന് നമുക്ക് മനസ്സിലായി. തേർഡ് ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് കറണ്ടാണ് അവിടെ ലീഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇത് കപ്പാസിറ്ററിൻ്റെ ആണെന്നും നമുക്ക് മനസ്സിലായി. സോ ആ ഒരു ഫേസർ ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്, ഒരു സീരീസ് LCR സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സീരീസ് LCR സർക്യൂട്ടിലേക്ക് നമ്മൾ ഒരു AC സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ AC സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √R² + XL - XC² ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്, റെസണൻസ് എന്ന് പറയുന്ന ഒരു ടേം. അതായത് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിൽ XL = XC വരുവാണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് റെസണൻസ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. സോ അറ്റ് റെസണൻസിൽ XL = XC ആണെന്നും L omega = 1/c omega ആണെന്നും omega = 1/√LC ആണെന്നൊക്കെ ഓർത്തിരിക്കുക. omega = 1/√LC. അതിൽ നിന്ന് F ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, റെസണൻസ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. ഈ ഒരു റെസണൻസിൻ്റെ ഷാർപ്നെസ്സിനെ മെഷർ ചെയ്യുന്ന ഒരു ടേമാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ ആ ക്വാളിറ്റി ഫാക്ടറിനെ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ വൈസ് നമ്മൾ എഴുതുവാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ Q = VL, Q = VL or VZ divided by വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് R എന്ന് നമുക്ക് പറയാം. സോ ക്വാളിറ്റി ഫാക്ടറിന് നമുക്ക് 1-2 ഇക്വേഷൻസ് എഴുതാം അല്ലേ. Q = VLന് നമുക്ക് എന്നാന്ന് എഴുതാം, I മേളും താഴെയും കട്ട് ചെയ്ത് പോകും. സോ VL / VR, അതിൽ I കട്ട് ചെയ്ത് പോയാൽ നമുക്കിവിടെ VLൻ്റെ സ്ഥാനത്ത് I × XL എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ VRൻ്റെ സ്ഥാനത്ത് I × R എന്ന് നമുക്ക് എഴുതാം. സോ XL / R എന്ന് കിട്ടും. അല്ലെങ്കിൽ XLൻ്റെ വാല്യൂ നമുക്കറിയാം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് L⍵/R എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിനെ നമുക്ക് VZ / VR എന്ന് എഴുതാം. VZ എന്താണ് പിള്ളേരെ, I × XC ആണ്. ദാറ്റ് ഈസ് ബൈ I × VRൻ്റെ സ്ഥാനത്ത് I × R എന്ന് എഴുതാം. I ഒക്കെ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്നാന്നാ കിട്ടുക, I കട്ട് ചെയ്ത് പോയാൽ XC/R 1/c omega/R എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ അല്ലെങ്കിൽ നമുക്ക് 1/R × √L/C എന്നും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫാക്ടറിനെ എഴുതാനായിട്ട് പറ്റും. ഈ ക്വാളിറ്റി ഫാക്ടർ റെസണൻസിൻ്റെ ഷാർപ്നെസ്സിനെ കാണിക്കുന്ന ആ ടേമിനൊപ്പം തന്നെ ആയിട്ട് ഈ ഫാക്ടർ കൂട്ടി വരുന്ന ഒരു വേറെ ടേമും കൂടിയുണ്ട്, നമ്മുടെ പവർ ഫാക്ടറാണ്. പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്താണ്, ജസ്റ്റ് പവർ ഫാക്ടർ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാം. പവർ ഫാക്ടർ R/Z ആണ്. പവർ ഫാക്ടർ = R/Z ആണ്. ഇപ്പോൾ ഒരു LCR, സീരീസ് LCR സർക്യൂട്ടിൻ്റെ കേസിൽ പവർ ഫാക്ടർ cos phi = R/Z = √R² + XL - XC² എന്നൊക്കെ നമുക്ക് എഴുതാം. സോ റെസണൻസ് ആണെങ്കിൽ XL = XC അല്ലേ. സോ അവിടെ R/√R². സോ റെസണൻസ് കണ്ടീഷനിലാണ് എങ്കിൽ cos phiയുടെ വാല്യൂ 1 കിട്ടും എന്നുള്ളത് ഓർത്തിരിക്കുക. അതേസമയം പ്യുവർലി ഇൻഡക്ടറിൻ്റെ കേസിലും പ്യുവർലി കപ്പാസിറ്ററും മാത്രം കണക്ട് ചെയ്യുന്ന കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വാല്യൂ ഫേസ് ഡിഫറൻസ് π/2 ആയതുകൊണ്ട് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിലും പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിലും പവർ ഫാക്ടറിൻ്റെ വാല്യൂ cos phiയുടെ വാല്യൂ cos π/2 ആണ്. cos 90 ആണ് അതിൻ്റെ വാല്യൂ, 0 ആയിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ കൂടി ഓർത്തോളൂ. Q = 1/R × √L/C എന്നും കൂടി ഓർത്തിരിക്കാം. ഈ 3 ഇക്വേഷനും ക്വാളിറ്റി ഫാക്ടറിന് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
സോ ഈ ഒരു ട്രാൻസ്ഫോമർ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷനൊക്കെ നമുക്കറിയാം. സോ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി, ദാറ്റ്സ് ഈക്വൽ ടു ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് ആണ്. ഒരു ടേമും കൂടി നമുക്ക് കൊടുക്കാം. സോ ട്രാൻസ്ഫോമർ ഇക്വേഷൻ ആണ് വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ 15 microfarad capacitor is connected to a 220 volt 50 hertz source. Find the capacitive reactance if the frequency is doubled. Capacitive reactance XC ആണ്. That is equal to 1 by C omega ആണ്. That is equal to 1 by C into omega is equal to 2 pi F ആണ്. So Xc equal to 1 by C യുടെ വാല്യൂ 15 into 10 raised to microfarad 10 raised to minus 6 into 2 pi into frequency 50 ഹെർട്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 50 into 2 100 എന്ന് നമുക്ക് എഴുതാം. സോ സോൾവ് ചെയ്യുമ്പോൾ 106 എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം, യൂണിറ്റ് എന്താണ്, ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെയാണ് XL-നും XC-ക്കും വരിക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അടുത്തത് ക്വാളിറ്റി ഫാക്ടർ ഓഫ് LCR സർക്യൂട്ട് having resistance R and inductance L at a resonance angular frequency omega is, നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, ക്വാളിറ്റി ഫാക്ടറിന് VL by VR, that is I into XL by I into R, that is XL I കട്ട് ചെയ്ത് പോയി, XL equal to L omega by R. So answer option A. ആ 3 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഇക്വേഷനൊക്കെ നമുക്കറിയാമല്ലോ. എന്താണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ? വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണ്. പക്ഷേ കറണ്ട് തിരിഞ്ഞാണ് ഐ പി ബൈ ഐ എസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഹാവ് 50 and 1500 turns respectively. If the magnetic flux phi linked with the primary coil is given by phi equal to 50 plus 40, where phi is in Webers, t is time in seconds, 50 is a constant. The output voltage across the secondary coil is. So നമുക്ക് പറയാം വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി പി നമുക്ക് അറിയത്തില്ല, പക്ഷെ ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിനെ ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്താൽ വി പി ഇസ് ഈക്വൽ ടു d5 by dt, that is 50 plus 40. 50 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ അത് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 വന്നു. d by dt ഓഫ് 40 എന്താണ് പിള്ളേരെ? 4 ആണ്. സോ പ്രൈമറി വോൾട്ടേജ് നമുക്കിവിടെ 4 എന്ന് കിട്ടി. വി എസ് ബൈ 4 ഇസ് ഈക്വൽ ടു എൻ എസ് 1500 ഡിവൈഡഡ് ബൈ 50 ആണ്. ഒരു 0 ഒക്കെ കട്ട് ചെയ്യാം. സോ 30 കിട്ടും. 30 into 4, വി എസ് ഇസ് ഈക്വൽ ടു 30 into 4 120 വോൾട്ട് എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. തിയറി ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും അതിൻ്റെ ഫ്രീക്വൻസി, റേഞ്ച്, വേവ്ലെങ്ത് എല്ലാം ഓർത്തിരിക്കണം. അതോടൊപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഇക്വേഷൻസ് നമ്മൾ പറയുകയാണ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആ വേവ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡും ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേറ്റ് ചെയ്യുക. സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആണ്. ആ 2 ഫീൽഡ് ലൈൻസിനും പെർപെൻഡിക്കുലറായിട്ടായിരിക്കും വേവ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഈ ഒരു കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടാണെന്നും കൂടി ഓർത്തിരിക്കുക. സോ നമ്മൾ അതിനെ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനെ E0 സൈൻ KZ മൈനസ് ഒമേഗ ടി എന്നും മാഗ്നറ്റിക് ഫീൽഡിനെ B0 സൈൻ KZ മൈനസ് ഒമേഗ ടി എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ E0 ആണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ B0 ആണ്. സോ നമ്മൾ E0 ബൈ B0 ചെയ്താൽ നമുക്ക് C into 3 into 10⁸ m/s എന്നുള്ള ഒരു വാല്യൂവിലേക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനനുസരിച്ച് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് Z ഡയറക്ഷനിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനിലുമാണ്. ഓക്കെ,
ഇനി നമ്മൾ അതിനെ ബേസ് ചെയ്തൊരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ പറയാണ്. എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽസ് ഇൻ ഫ്രീ സ്പേസ് അലോങ് എക്സ് ആക്സിസ്. At a particular point in space, the electric field along the y-axis is 9.3. The magnetic induction B along the z-axis is. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ E by B ഈക്വൽ ടു Z ആണ് അല്ലേ. സോ B is equal to E by C. ഇയുടെ വാല്യൂ 9.3 ആണ്. സിയുടെ വാല്യൂ 3 × 10⁻⁸. സോ അപ്പോൾ തന്നെ ആൻസറായി നമുക്ക് 3.1 × 10⁻⁻8 ടെസ്ല എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻറ്റൻസിറ്റി ഓഫ് സൺ ഓൺ എർത്ത് ഈസ് 1400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. പവർ പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മുടെ ഇൻറ്റൻസിറ്റി. സോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് വരിക. അസ്യൂമിങ് എർത്ത് ടു ബി എ ബ്ലാക്ക് ബോഡി, ഫുള്ളി അബ്സോർപ്ഷൻ ആണ്. കാൽക്കുലേറ്റ് റേഡിയേഷൻ പ്രഷർ. സോ നമുക്കറിയാം അല്ലേ, റേഡിയേഷൻ പ്രഷർ P is equal to എന്താണ്, I/C ആണ്. സോ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 1400 ആണ്. സിയുടെ വാല്യൂ 3 × 10⁻8 ആണ്. സോ 14/3 അപ്രോക്സിമേറ്റ്ലി ഓപ്ഷനിലേക്ക് നോക്കിയാൽ 4.6 എന്ന് കിട്ടും. 0 കട്ട് ചെയ്താൽ 10⁻⁻6 പ്രഷറാണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. Newton per meter square എന്ന് നമുക്ക് യൂണിറ്റ് എഴുതാനായിട്ട് പറ്റും. സോ ഫുൾ ബ്ലാക്ക് ബോഡി ഫുൾ അബ്സോർപ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ റേഡിയേഷൻ പ്രഷർ I/C വന്നത്. ഫുള്ളി റിഫ്ലക്ഷൻ ആയിരുന്നു എങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ 2I/C വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറേ ചാപ്റ്ററിൽ ഒരു 5 ചാപ്റ്റർ എല്ലാം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും. സോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഒരു 5 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക, നല്ല പോലെ റിവിഷൻ നടത്തുക, എല്ലാ ഇക്വേഷൻസും ഓർക്കുക. നിങ്ങൾക്ക് തിയറി ക്ലാരിറ്റി ഒക്കെ നല്ലപോലെ ഉണ്ടാവും. സോ ഇക്വേഷൻസ് അത് തെറ്റിപ്പോവാതെ നല്ലപോലെ എഴുതി പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ.